ഗൈസ് നമ്മളപ്പോൾ പോകുന്നത് എങ്ങോട്ടാണോ എങ്ങോട്ടാണ് കോഴിക്കോട് പോവുകയാണ് ഞങ്ങൾ അക്കൂസിന്റെ കല്യാണം കൂടാനായിട്ട്. കല്യാണം ഇന്നലെ കഴിഞ്ഞു. കല്യാണം റിസപ്ഷൻ കൂടാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി നമുക്ക് രണ്ടുപേരെ കൂടെ കൂട്ടാനും ഉണ്ട്. നമ്മള് കോഴിക്കോടൊക്കെ സ്റ്റാർട്ട് ചെയ്യണ സമയം ഏകദേശം 8:15 രാവിലെ നല്ല അപ്പവും ചിക്കൻ കറിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ കഴിക്കണം. പിന്നെ ലഞ്ചും റോട്ടിൽ നിന്ന് തന്നെ ആയിരിക്കുള്ളൂ. ഞങ്ങൾ പോകുന്നത് ടാറ്റ നെക്സണിലാണ്. ഇതുവരെ അതായത് ഈ വണ്ടി എടുത്ത് 2 കൊല്ലം ഏതാണ്ടായി. പക്ഷേ ഇത് ആകെ കൂടെ ഓടിയിരിക്കുന്നത് 6500 കിലോമീറ്റർ. ഫ്രഷ് ഒറ്റ സർവീസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഒറ്റ സർവീസ്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ കിലോമീറ്റർ 10,000 എത്തുമെന്നാണ് നമുക്ക് അറിയേണ്ടത് ഈ ട്രിപ്പോടുകൂടി. പക്ഷെ അറിയില്ല, എത്തുമെന്ന് അറിയില്ല. ലെറ്റ്സ് ട്രൈ. പക്ഷെ എന്തായാലും ഒരു 8,000 എന്തായാലും ഞാൻ ആക്കാതെ തിരിച്ച് വണ്ടി കയറ്റില്ല. നിങ്ങൾ വിചാരിക്കും കോഴിക്കോട് പോയിട്ട് 10,000 ആക്കുന്നു. അല്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പല ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെ, ഞങ്ങളൊരു കർണാടക തമിഴ്നാട് ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേരള കാലിക്കറ്റിൽ നിന്ന് നേരെ കോയമ്പത്തൂർ പോയിട്ട് എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ ഊട്ടി, അതുവഴി പിന്നെ ഹൊഗനക്കൽ പ്ലാൻ ഉണ്ട്, പോണ്ടിച്ചേരി പ്ലാൻ ഉണ്ട്. ഇതൊക്കെ ഏതൊക്കെ നടക്കുമെന്നൊന്നും അറിയില്ല. നമുക്ക് രണ്ടവന്മാരൂടെ കയറാനുണ്ട്. അവന്മാരൂടെ കയറി അവന്മാരൂടെ ഒന്ന് കൂടി ആലോചിച്ച് നമുക്ക് അങ്ങ് സെറ്റ് ചെയ്യാം. പിന്നെ കോഴിക്കോട് എത്തിയിട്ട് കൂടുതൽ പ്ലാൻ ചെയ്യണമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പോടിച്ച് സ്കൂൾ നമ്മള് നേരത്തെ പറഞ്ഞ രണ്ടവന്മാരിൽ ഒരുവനാണ് ഈ കാണുന്നത്. എങ്ങോട്ടാണ് പോയത്? അവിടെ തുറക്കാൻ പറ്റൂല. അവിടെ തുറക്കാൻ പറ്റൂല. ഹലോ, ബാണ്ടക്കെട്ടും കൊണ്ട് രണ്ടാമത്തെ അവൻ കേറിയിട്ടുണ്ട്. പിന്നെ കാണാനില്ല ഇതേ പുറകില്. ധവനാണ് ധവൻ. അവന്റെ ബാണ്ടക്കെട്ടാണ് ഈ കാണുന്നത്. ആ കൂടെ 2-3 ദിവസത്തേക്കാണ് പോകുന്നത്. പക്ഷെ ഒരു മാസത്തെ സാധനം. വീട്ടിൽ ചെന്നപ്പോൾ തൊട്ട് ചെറിയ രീതിക്ക് മഴ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോണ വഴിക്കും എന്തെങ്കിലുമൊക്കെ മഴ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയത്. പക്ഷേ ചെറിയ രീതിക്ക് മഴക്കാറ് കണ്ടെങ്കിലും കാര്യമായി മഴയൊന്നും പെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ല. പിന്നെ പോണ വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കാണുമ്പോൾ അറിയാലോ. എൻ്റെ വണ്ടി 2 മണിക്കൂറത്തെ കാര്യമുള്ളൂ. കോയമ്പത്തൂർ സ്റ്റേ അടിക്കണ്ട, നമ്മൾ നേരെ കോഴിക്കോട് റിസപ്ഷൻ കഴിഞ്ഞ് നേരെ എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളതിൻ്റെ തകൃതമായ പ്ലാനിങ് നടക്കുകയാണ് ഇവിടെ. സത്യത്തിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ അന്തവും കുന്തവും ഇല്ലാതെയാണ് നമ്മൾ കെട്ടും കിടക്കെ എടുത്ത് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് തെണ്ടി തിരിയണം എന്നുള്ളൊരു പ്ലാൻ മാത്രം നമ്മുടെ കയ്യിലുള്ളൂ. അതിൽ മെയിൻ പ്ലാനിങ് നടത്തുന്നത് അൽത്താഫും പിന്നെ കിച്ചുവും കൂടിയിട്ടാണ്. എനിക്കിതിൽ യാതൊരുവിധ പങ്കുമില്ല. ഞാൻ കൊച്ചിനെ എടുത്ത് സാധനങ്ങൾ പാക്ക് ചെയ്ത് ഇറങ്ങുക, പിന്നെ ഇവർ പോകുന്നിടത്തേക്കൊക്കെ പുറകെ വലിഞ്ഞേറി ചെല്ലുക എന്നുള്ളൊരു വിനോദം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. രാവിലെ 8 മണിക്ക് ഇറങ്ങേണ്ടതായതുകൊണ്ട് നമ്മൾ രാവിലെ എണീറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഉറക്കം പിടിച്ചായിരുന്നു. വണ്ടിയുണ്ട്, കാറും വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. മിക്ക ഓയ് അങ്ങോട്ട് വിടണ്ട, മിക്കോ ഓയ് കോഴിക്കോട്ട. അങ്ങനെ 11 മണിയായപ്പോൾ തുരുത്തിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഒരു ചെറിയ ചായക്കട കണ്ടപ്പോൾ ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് കയറി. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് കയറിയതാണ്. കാരണം കുഞ്ഞുകൂടെ ഒക്കെ ഉള്ളതല്ലേ. എന്തോ നമുക്ക് തുടക്കാട്ടോ. കഴിച്ച മിഠായിയുടേത് കുറച്ച് കയ്യിലായതിൻ്റെയാണ് ആ കാക്കി പറഞ്ഞുകൊടുക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ ഓരോരോ ഭാഷകളോ ഓരോന്ന് പറഞ്ഞുകൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ എന്താ പറയണമെന്നൊന്നും നമുക്ക് തന്നെ മനസ്സിലാവില്ല. ഓരോ ദിവസം ഓരോ വാക്കാണ് ഇവർക്ക്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ 1 മണിക്കൂറോടെ ഡ്രൈവ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഹോട്ടലിൽ കണ്ടപ്പോൾ ഒന്ന് വാഷ്റൂമിലും പോകണം, പിന്നെ കുഞ്ഞിന് ഫുഡ് വാങ്ങിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ നിർത്തിയതാണ്. അപ്പം നോക്കുമ്പോൾ അവിടെ അതാ ഒരു ക്യാമൽ. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് മലപ്പുറം പൊന്നാനി എത്തി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെയുള്ള ഉറി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. മലപ്പുറം പൊന്നാനിയിലുള്ളത്. അതെ, ഞാൻ പുറത്തായിരുന്നോണ്ട് ഇത് ഏത് ജില്ലയാണ് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഞങ്ങൾ നല്ല സൂപ്പർ ബിരിയാണി കഴിച്ചു. അവിടെ ഉറി ട്രഡീഷണൽ ഫുഡ് മസ്റ്റ് ട്രൈ ആണ്. അത് പൊന്നാനിയിൽ തന്നെയുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. സൂപ്പറാണ്. ഒരു താത്ത ആണ് അവിടെ ഇരുന്നത് വെച്ചാൽ മെയിനായിട്ട്. നൈസ് ഒരു ആംബിയൻസിലൊക്കെ ഉള്ളൊരു കിടിലൻ റെസ്റ്റോറൻ്റാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ 2 നോർമൽ ബിരിയാണി, ഇവർ സ്പെഷ്യൽ ബിരിയാണിയും കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അധികം മറ്റേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, മസാലയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫ്രൈ പീസ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ബിരിയാണി ദമ്മു.
അതിന്റെ ഒപ്പമുള്ള അച്ചാറും സൂപ്പറായിരുന്നു. ഡേറ്റ്സ് അച്ചാറായിരുന്നു. അതൊക്കെ കഴിച്ച് എന്റെ വയറ് ഫുള്ളാ. ഇവരത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ അടിച്ചിട്ടിരിക്കണേ. ഞാൻ മലബാറിന്ന് ആദ്യമായിട്ടാണ് കഴിക്കണേ. ഞാനങ്ങനെ ഈ ഏരിയയില് ഞാൻ വന്നിട്ടേ ഇല്ലെന്ന് തോന്നുന്നു മലബാറിൽ. ആ കൂടെ കോഴിക്കോട് അങ്ങോട്ട് പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോഴൊന്നും മലബാർ ഇറങ്ങിയിട്ടില്ല. എന്തോ ആ ചിച്ചി കാണണം. സമയം 3 മണിയായിട്ടാ. 3 മണി. അക്കൂസിനോട് നമ്മൾ പറഞ്ഞേക്കണം നമ്മൾ കൃത്യം 5 മണിക്ക് ഹാളിൽ ഉണ്ടാവുന്ന. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ 5 മണിക്ക് ഹാളിൽ എത്തുമെന്നുള്ളത്. എന്തായാലും നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ഒരുങ്ങിയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും എങ്ങനെ വന്നാലും ഒരു 6 മണിയെങ്കിലും മിനിമം അത്ര സമയം എന്തായാലും എടുക്കും. ഞങ്ങളിപ്പോ വരുന്ന വഴിക്ക് റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിച്ചിട്ടേക്കണായിരുന്നു. പിന്നെ പൊന്നാനി എത്താറൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ റോഡായി. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് മിക്കനൊരു 11:30 12 മണിയൊക്കെ ആയപ്പോൾ ഒരു ഊണ് വാങ്ങിച്ചു. 4 ഉരുള് അവിടെ നിർത്തി ഒരു 4 ഉരുള കഴിച്ചു. ഞങ്ങള് ഒന്ന് ഫ്രഷൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചു ആണ് വണ്ടി ഓടിച്ചത്. കിച്ചു ദേ ബാക്കിലിരുന്ന് ഇപ്പം കുട്ടിയായിട്ടിരുന്ന് കളിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല റോഡ് പണി നടന്നിട്ടിരിക്കുക. ഇതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ സെറ്റാണ് ഇവിടെ. ഒന്നുകൊണ്ട് നോക്കണ്ട, നമുക്ക് കേരളത്തിൽ അങ്ങ് ട്രിവാൻഡ്രം തുടങ്ങി കാസർഗോഡ് വഴി നമുക്ക് പറക്കാം. ഇതെല്ലാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ പൊളിക്കട്ടെ. ഇവിടെ വൺ സെറ്റപ്പ് ആണല്ലോ. ചായക്കടീസ് പക്ഷെ അവിടത്തെ നല്ലായിരുന്നു. ബിരിയാണി ഒക്കെ നല്ലതായിരുന്നു. കോഴിക്കോട് എത്തി. കോഴിക്കോട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കോഴിക്കോട് എത്തിയത് ശരിക്കും മനസ്സിലായില്ല. കാരണം എന്താ അറിയോ, ആക്ച്വലി ബൈപ്പാസ് റോഡും ഇതൊക്കെ കാരണം ആ ഹൈവേ ഇങ്ങ് വെച്ച് പിടിച്ചിട്ട് കോഴിക്കോട് എത്തിയെന്ന് നമുക്ക് തോന്നൂല. ആ ബിൽഡിങ്സ് ഇങ്ങനെ സ്കൈ സ്ക്രാപ്പേഴ്സ് കുറച്ച് അവിടെ കാണുമ്പോഴാണ് ആ കോഴിക്കോട് എത്തിയില്ലെന്ന് മനസ്സിലാണ്. ഇവിടെ ആ മലപ്പുറം പൊന്നാനി സൈഡിൽ ഫ്ലാറ്റുകൾ ഇല്ലല്ലോ. ഈ കോഴിക്കോടേക്ക് വരുമ്പോഴാണ് പിന്നെ ഫ്ലാറ്റുകളും കാര്യങ്ങളും വരുന്നത്. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ആ കോഴിക്കോട് എത്തിയല്ലോ. 5 മണിക്ക് റിസപ്ഷൻ തുടങ്ങുമ്പോൾ തന്നെ എത്തണമെന്ന് വിചാരിച്ചാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിലും ഹോട്ടലിൽ കോഴിക്കോട് എത്തിയപ്പോഴത്തേക്കും ഏകദേശം 4:45 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയി ഫ്രഷായി റെഡിയായി എല്ലാം ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 6 മണിയുടെ അടുത്തായി. എന്താണ് പറഞ്ഞത്? നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് റിസപ്ഷനിലേക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് എടുത്തായിരുന്നു. കാരണം ട്രാഫിക് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് തന്നെ അൽത്താഫിൻ്റെ ക്ലാസ്മേറ്റും എൻ്റെ സീനിയറായ ആയിരുന്നു ചേച്ചി ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. പിന്നെ എങ്ങനെയൊക്കെ അവിടെ എത്തിപ്പെട്ട് അവിടെ പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്നിപ്പോൾ ഫോട്ടോ സെഷൻസ് നടത്തായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചെക്കൻ്റെ ഒരു കിഡിലൻ സിംഗിൾ ഡാൻസും പിന്നെ അവരുടെ ഒരു കപ്പിൾ പെർഫോമൻസും ഉണ്ടായിരുന്നു. ഭയങ്കര ഗ്രേസ്ഫുള്ളായിരുന്നു കണ്ടിരിക്കാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. അതേ കൂടെ ഞങ്ങളുടെ വക ചെറിയൊരു ഡാൻസ് പെർഫോമൻസ് കൂടെ ഉണ്ടായിരുന്നു. അക്കൂസിൻ്റെ റിസപ്ഷന് നമ്മുടെ ഡാൻസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത്. പോരാത്തതിന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടയ്ക്കൊക്കെ ഡാൻസ് വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ കൂടെ കളിക്കാൻ വരുന്ന ഡാൻസ് പാർട്ട്ണർ കൂടെയാണ് കേട്ടോ ഈ അക്കൂസ്, അതായത് ആകാശേട്ടൻ. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് അടിയും ഡാൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 9:30 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ വെച്ച് പിടിച്ചത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. ഇവിടെ ആരും കോഴിക്കോട് ബീച്ച് കണ്ടിട്ടില്ല, സോ അതൊന്ന് കാണണമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. കാര്യം ഞാനും കുഞ്ഞും ഏകദേശം സൈഡായിട്ടുണ്ടായിരുന്നു. മൊത്തം അൽപ്പടഹയായിരുന്നു ലിറ്ററലി. സോ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയില്ല, കുഞ്ഞ് ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരും 3 പേരും കൂടെ, കിച്ചു യാച്ചും അൽത്താഫും കൂടെയാണ് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയത്. കാരണം കോഴിക്കോട് വന്നിട്ട് പിന്നെ ബീച്ച് കാണാതെ പിന്നെ എന്ത് എന്നൊരു രീതിക്ക്. അങ്ങനെ അവരിവിടെ പോയി കുറച്ച് ഐസോരത്തെയും പിന്നെ വേറെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ അകത്താക്കി കുറച്ച് എനിക്കും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അവരെടുത്ത വീഡിയോസാണ് ഈ കാണുന്നതും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇനി റൂമിലേക്കാണ് കേട്ടോ. ഓ കരച്ചില് 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 രാവിലെ തന്നെ കരച്ചില്. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. കോഴിക്കോട് ട്രീറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ നമ്മളെടുത്ത റൂമാണ്. ഇന്നലെ
വന്ന് കയറിയിട്ട് നമുക്കൊന്നും ഷൂട്ട് ചെയ്യാനോ കാര്യത്തിനൊന്നും നേരം കിട്ടിയില്ലായിരുന്നു. ഇവിടെ കരച്ചിലാണ് രാവിലെ തന്നെ. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് ചെയ്യുന്നതാണ്, കാരണം ഇന്നലെ ആകെ കൂടെ ടയേർഡും കാര്യങ്ങളെല്ലാം ആയിപ്പോയി. ഗൈസ് അപ്പൊ ഇത് ഡേ 2 ആണ്. പിന്നെന്താ പറയാനുള്ള, ഇന്നലെ നമ്മള് എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയി പോയി. നമ്മളൊരു 4:45 ആയപ്പോഴത്തേക്കാണ് എത്തിയത്. 5 മണിയാകുമ്പോൾ റിസപ്ഷൻ തുടങ്ങായിരുന്നു. നമുക്കിവിടെ വന്നിട്ട് വേണം റെഡി ആയിട്ട് പോകാനായിട്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ വന്നപ്പോൾ ആകെ മൊത്തം ഓട്ടപ്പാച്ചിലായിരുന്നു റെഡി ആകാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടെ പോയി അടിച്ചു പൊളിച്ചു. ഡാൻസ് വീഡിയോസ് ഒക്കെ ഉണ്ട് ഇവളുടെ. പിന്നെ കൊച്ചിൻ്റെ കയ്യിലുണ്ടായിരുന്നു, എല്ലാവരുടെയും കയ്യിലും മാറി മാറിയൊക്കെ നടന്നു. പിന്നെന്താ, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ കോഴിക്കോടിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഫുഡ് എവിടെ ചെന്നാലും സൂപ്പർ തന്നെ ആയിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. രാത്രി ഒന്ന് കാലിക്കറ്റ് ബീച്ചിൽ നടക്കാൻ പോയി. ഞങ്ങളാരും കാലിക്കറ്റ് ബീച്ച് എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണ്. പ്രത്യേകിച്ച് ഇവള് കാലിക്കറ്റ് ആദ്യമായിട്ട് തന്നെയാണ്. അപ്പോൾ കാലിക്കറ്റ് ബീച്ചിൽ നമ്മൾ പോയി. പിന്നെ ചെറിയ ഫുഡ് ട്രക്ക് പോലെ ചെറിയ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്. പിന്നെന്താ, ഇന്നിതിപ്പം രാവിലെ ഏകദേശം 9 മണിയല്ലേ, 9 മണി 8:40 ഞങ്ങളിവിടെ കാലിക്കറ്റ് പാരഗണിൽ പോയി ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സ്ഥലം നമ്മൾ പറയാം, കാരണം തീരുമാനമായിട്ടുള്ളത് എടുത്തിട്ട് അറിയിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഇറങ്ങണേണ്. ഇതാ കിച്ചൊക്കെ വന്ന് ഇവിടെ ഇപ്പം കണ്ട കിച്ചൊക്കെ റെഡി ആയിക്കണേണ്. ഓക്കെ, അപ്പൊ ശരി. അതെ, മിക്കവും റെഡിയാണ് കേട്ടോ, മിക്കവും റെഡിയാണ്. പോവാൻ വേണ്ടി ഫോണിനോട് ഓക്കെ കാണിച്ചേ. ഓക്കെ ഓക്കെ.